നമസ്കാരം ആർ പി. നമസ്കാരം. നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഭജനം, ഭക്തിഗാനമെന്നോ ഭജനയെന്നോ എന്ത് അതിനെ വിളിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്നാലും ആ ഒരു ഭജന പാടിയതിനെ സംബന്ധിച്ചൊരു വിവാദം വലിയ രീതിയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം പോലെ പുറത്തു വന്നിട്ടുണ്ട്. എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആ പശ്ചാത്തലത്തിൽ ആർ പിയുടെ ഈ സംഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായം? എനിക്ക് അതിനകത്ത് ഒരു കൃത്യമായ അഭിപ്രായം എന്നുള്ളത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസ് കാണിച്ചത് ഔചിത്യമില്ലായ്മയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നാൽ ഈ വിഷയത്തെ ഒന്ന് മാറ്റി പല ഘടകങ്ങളായിട്ട് വേർതിരിച്ച് നോക്കിയാൽ ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് ആർക്കും തോന്നുകയും ചെയ്യും. അതായത് ഒരു ക്രിസ്തീയ ഭക്തിഗാനം നന്ദഗോവിന്ദം ഭജൻസ് പോലെ ഹിന്ദു ഭജൻസ് പാടുന്ന ഒരു ഗ്രൂപ്പ് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയാൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ല. യേശുദാസ് പാടിയിട്ടില്ലേ? ജയചന്ദ്രൻ പാടിയിട്ടില്ലേ? ഇപ്പോഴത്തെ ഗായകർ പാടുന്നില്ലേ? അങ്ങനെ നോക്കിയാൽ അത് ശരിയാണ്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പോയിട്ട് പാടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഔചിത്യമില്ലായ്മ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് വന്ന ഇതിൽ ഞാൻ കമൻറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. അതായത് നമുക്ക് ഈ എല്ലാത്തിനും ഓരോരോ സ്ഥലങ്ങളും ഓരോരോ രീതികളുമുണ്ട്. ഇപ്പം നന്ദഗോവിന്ദ ഭജൻസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവരെ എന്താണ് വേറിട്ട് നിർത്തുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അവർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ 100 കണക്കിന് ഗാനമേള ട്രൂപ്പുകളുണ്ട്. അവരൊക്കെ ഭക്തിഗാനങ്ങൾ പാടുന്നവരാണ്. അവരൊക്കെ അമ്പലത്തിൽ ചെന്നാൽ ഭക്തിഗാനം പാടിക്കൊണ്ടാണ് തുടങ്ങുന്നത്. മറ്റു പാട്ടുകളും പാടും, ഗാനമേളയ്ക്ക് പാട്ട് പാടും, ഉത്സവപ്പറമ്പിൽ പാടും, പള്ളിപ്പറമ്പിൽ പാടും. അവരിതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിനെ ഈ സാധാരണ ഈ പറയുന്ന നമ്മൾ കണ്ടു പരിചയിച്ച ഇങ്ങനത്തെ ഗാനമേള ട്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? അത് ഹിന്ദു ഭജൻസും ഹിന്ദു ഐഡൻറ്റിറ്റിയും തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അവരത് പാടുന്ന, അവരെടുക്കുന്ന സോങ്സ്, അവിടെ അവരെ കാണാൻ വരുന്ന സദസ്സ്, അതിൻ്റെയൊക്കെ ബേസിക് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു ഭക്തിഗാനത്തോടും ഹിന്ദു ദേവീദേവതമാരോടുമുള്ള ആ മനുഷ്യൻ്റെ ഉള്ള ആ ഒരു എന്താ പറയുക, അവരുടെ ഭക്തിയും അവരുടെ സമർപ്പണവും ഒക്കെയാണ് ആ അന്തരീക്ഷത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഇവിടെ കേരളത്തിൽ ഗാനമേളയ്ക്കും ഭക്തിഗാനമേളയ്ക്കും ഒക്കെ കുറവുണ്ടായിട്ടാണോ നന്ദഗോവിന്ദം ഭജൻസ് ഇത്ര പെട്ടെന്ന് കയറി വന്നത്? അത് ജനം കൈനീട്ടി സ്വീകരിക്കാൻ കാരണം അവരുടെ ആ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് അവർ മാറുമ്പോൾ, അത് ഒരു ക്ഷേത്രപ്പറമ്പിൽ തന്നെ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതിഷേധം ഉണ്ടാവും. അത് സങ്കുചിതവാദമാണ്, സങ്കുചിതത്വമാണ്, കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിനെതിരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അതിനകത്തെ ഒരു പ്രധാന ഘടകം. തീർച്ചയായിട്ടും ആർ പി പറഞ്ഞതിനോട് ഒരു അഭിപ്രായം കൂട്ടിച്ചേർക്കാനുണ്ട്. അത് 2 ഘടകമായിട്ട്. ഒന്ന്, ഈ നന്ദഗോവിന്ദം ഭജൻസിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വരെയുള്ളൊരു രീതി പരിശോധിച്ചാൽ ഇതെന്തായാലും നന്ദഗോവിന്ദ ഭജൻസിനെ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞു. അവരത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. കാരണം ഇവർ RSSൻ്റെ ഒരു പ്ലാന്റ് ആണെന്നുള്ള രീതിയിൽ ഒരു വൻ പ്രചാരണം ഒരു വിഭാഗം അല്ല, അവർ ആ പ്രചരണം, സോറി ഞാൻ ഇടപെട്ട് പറയാം, ആ വിഷയം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയാം. ആ പ്രചരണത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി താല്പര്യമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് വേണോ വേണ്ടയോ എന്ന്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കത് അത്ര ഉറപ്പുള്ള കാര്യമല്ല, പക്ഷേ ഫേസ്ബുക്കിൽ തന്നെ ഒരു സുഹൃത്ത് എഴുതിയിരുന്നതാണ്. കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ ഇവർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പാടിയിട്ടുണ്ട്. തുടക്കത്തിൽ വലിയ പ്രശസ്തിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് RSSൻ്റെ ഗണഗീതം പാടി. അവർ പ്രശസ്തി ആയ ശേഷം ഗണഗീതം പാടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അത് വേണ്ട, അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നവർ പറഞ്ഞു. ഒരുപക്ഷെ അമ്പലങ്ങളിൽ ഗണഗീതം പാടുമ്പോൾ അവിടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന കല്ലുകടിയൊക്കെ പല ക്ഷേത്രങ്ങളിലും സഹാക്കന്മാർ കയറിയിട്ട് ബഹളം വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞ്. പക്ഷേ അവർ RSSൻ്റെ ഐഡൻറ്റിറ്റി അവർ ഭയപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അവർ ബോധപൂർവം ചിന്തിക്കുന്നുണ്ട്. ഇതിനെ ജനിതക മാറ്റം എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ പറയുന്ന വളരെ രൂക്ഷമായ വാക്കുകളാണ്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതിന് വേറെ അർത്ഥങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും അവരൊന്ന് മാറ്റിപ്പിടിക്കാനും കൂടുതൽ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കൂടുതൽ വാണിജ്യപരമോ ഫാൻസിനെ ഉണ്ടാക്കാൻ മറ്റ് സമൂഹം, അത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ഇനിയും പഴയതുപോലെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഹിന്ദു സമൂഹം തീരുമാനിച്ചാൽ മതി.
അല്ലാതെ അവരത് ചെയ്യണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. നമുക്ക് താല്പര്യമില്ല, നമ്മളവരെ കട്ട് ചെയ്യുക. വേറെ ഇഷ്ടംപോലെ ഇതുപോലെ ഇപ്പോൾ ഭജന ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, അവരെ നമ്മൾ അംഗീകരിക്കുക. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം, ഇവർ ചെയ്തതിലെ ഒരു വലിയ നേട്ടം അവർക്കുണ്ടായത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടായത്, അത് ഒരു ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്നവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ഇതൊരു ഭിന്നിപ്പിന് കാരണമായിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ ക്രിസ്തീയ ഭക്തിഗാനം പാടിയതുകൊണ്ട് എന്താണ് കുഴപ്പം? അതുകൊണ്ട് മതപരിവർത്തനം നടക്കുമോ? അതിൽ മതേതരത്വം ഇല്ലാതാകുമോ അല്ലെങ്കിൽ ഹിന്ദു ഇത് ഇല്ലാതാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ഔചിത്യക്കുറവ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്രിസ്തീയ ഭക്തിഗാനം പാടിയതുകൊണ്ട് ആരും മതം മാറത്തില്ല, പക്ഷേ മതം മാറ്റം നടക്കുന്നില്ല എന്ന് അതുകൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റുമോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് പലരും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ബെന്തിക്കോസുകാർ മാത്രമൊന്നുമല്ല ആൾക്കാരെ മതം മാറ്റുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ സ്കൂളുകളിൽ, ഇപ്പോൾ ഹിന്ദു സ്കൂളുകളിൽ പഠിക്കുക അല്ലെങ്കിൽ അതുപോലെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു മതബോധമോ അത്തരം കാര്യങ്ങളല്ല പലപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ളത്. നമുക്ക് തന്നെ എത്ര പേരെ വേണമെങ്കിലും കാണിക്കാം. അതുകൂടാതെ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുണ്ട്, അത് അവരുടെ രീതിയാണ്. പക്ഷേ അതിന് ഹിന്ദു ജനത ഇവിടുത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ഒരു ഭജന ഗ്രൂപ്പ് അതിൻ്റെ ഉപകരണമായിട്ട് മാറി അവരതിനൊരു സാങ്ക്ടിറ്റി കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും തെറ്റായ കാര്യമാണ്. തീർച്ചയായിട്ടും അതാണ് ഈ RSSൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക ഞാൻ പറഞ്ഞു തുടങ്ങിയത്. RP പറഞ്ഞ മറ്റൊരു അഭിപ്രായം കൂട്ടിച്ചേർക്കാനാണ്. ജയചന്ദ്രനും യേശുദാസും എല്ലാം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസ് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ആലോചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത്, കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്, എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, ഇതേ ഒരു കാര്യം അവരുടെ ഈ ഏറ്റവും പ്രശസ്തമായ ഭജനകളിലൊന്ന് നാഗഭൂഷിത പദങ്ങളും ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ഭജനയാണ്. ആ ഭജന ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഇവരെ ഏതെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വേറൊന്നും. പാടുവാൻ ഇവരെ അനുവദിക്കുമോ? അവർ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സംഘാടകർ അനുവദിക്കുമോ? ഇവിടെ ക്ഷേത്ര സംഘാടകർ അനുവദിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഈ പാടുവാൻ. അല്ല, ഇപ്പം ഈ തർക്കം ഉണ്ടായതുകൊണ്ട് ചിലപ്പം ഒരു ബാലൻസിങ് ആക്ട് എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അനുവദിക്കുമായിരിക്കും. പക്ഷേ അത് അവിടുത്തെ സദസ്സ് ആ ഒരു സ്നേഹവായ്പോടെ അത് സ്വീകരിക്കണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതബോധമാണ്. ഞങ്ങളുടേതല്ലാതെ മറ്റൊരു മാർഗവും ശരിയല്ല എന്ന് പറയുന്ന സെമറ്റിക് മതങ്ങളും ഹിന്ദുമതവും ഹിന്ദുമത വിശ്വാസികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ മതേതരത്വം എന്നുള്ള പേരിലെ ആ കെട്ടുപാടിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് അതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടും എല്ലാ അർത്ഥത്തിലും വലിയ നഷ്ടമുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മതേതരത്വം, യഥാർത്ഥ മതേതരത്വം ഉണ്ടാകുക എന്നുള്ളത് അത് യഥാർത്ഥ ഹിന്ദു ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മതേതരത്വമാണ്. അതിൽ മറ്റാർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാവണ്ടല്ല. ഇത് അങ്ങനെയൊന്നും അല്ല പോയിരിക്കുന്നത്, അത് വേറൊരു കാര്യം. പക്ഷേ എൻ്റെ സങ്കടവും എൻ്റെ വിഷമവും എൻ്റെ അമർഷവും ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ് പോലെ ഒരു ഗ്രൂപ്പ്, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇഷ്ടം പോലെ ഭജന പാട്ടുകാരും ഗാനമേള ട്രൂപ്പുകാരും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അത് ഇവർ ഇതിനൊരു ഉപകരണമായി മാറിയത്, ഔചിത്യമില്ലായ്മ കാണിച്ചത് വളരെ പ്രതിഷേധാർഹമാണ്. പിന്നെ താങ്കൾ ചോദിച്ച ഒരു കാര്യം കൂടി അത് നമ്മൾ പറയേണ്ടതാണ്. അതായത് RSSൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചു എന്ന നിലയിൽ ചില കാർഡുകളൊക്കെ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് അത് നിഷേധിച്ചിട്ടുണ്ട്, അവർ RSSൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ വളർച്ചയിൽ മറ്റാർക്കും യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ആരും അത് അവകാശപ്പെടേണ്ട, അതുപോലെ ആരും ഭയപ്പെടേണ്ടെന്ന് അവർ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പറഞ്ഞതിൽ തെറ്റില്ലായിരിക്കും. പക്ഷേ അവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, RSS ഇതിനോട് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ മണ്ണ് ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് ഇതുപോലെ ഒരു ഭജനയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനസഞ്ചയം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസ് സ്വീകരിക്കപ്പെട്ടത്. അല്ലാതെ നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ജനസഞ്ചയം ഉണ്ടായതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജനസഞ്ചയം ഇവിടെ ഉണ്ടായത് ഇപ്പോൾ ബലികുടീരങ്ങളെ അതുപോലെയുള്ള KPSC പാട്ടുകളിൽ അഭിരമിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഭക്തിഗാനങ്ങളിലേക്കും ഭക്തിയിലേക്കും നമ്മളുടെ തലമുറ മാറിയിട്ടുണ്ടെങ്കിൽ അത് സംഘം ഇവിടെ നടത്തിയ സംഘടനാ പ്രവർത്തനമല്ല, സമാജ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ്. ഈ മണ്ണ് അതിനുവേണ്ടി ഒരുക്കിയത് സംഘമാണ്. അതിൻ്റെ അവകാശം, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ സംഘം ഒരിക്കലും ആ അവകാശം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പറയാനോ വരില്ല, ഒരിക്കലും വരില്ല, ഉറപ്പിച്ചു പറയാൻ വരില്ല. പക്ഷേ അത് നമ്മൾ പറയണം. അതുകൊണ്ട് ആർക്കും കയറി മേയാവുന്ന ഒരു മേഖലയല്ല RSSുമായി ബന്ധപ്പെട്ട ഇത്തരം പരാമർശങ്ങൾ. അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് ഈ സംഘം ഈ ഒരു മണ്ണൊരുക്കി നടപ്പി പറയുമ്പോൾ രാമായണ മാസം ഉൾപ്പെടെ തീർച്ചയായിട്ടും ഞാനൊക്കെ അതിനകത്ത് പങ്കെടുത്ത ആൾക്കാരാണ്. ഞാനൊക്കെ ഭജനയിലൂടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയല്ല, എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമില്ലാതെ ഒരു വിദേശ രാജ്യത്ത്, യൂറോപ്യൻ രാജ്യത്താണ് എൻ്റെ ഓർമ്മ വെക്കുന്ന കാലം മുഴുവൻ ഞാൻ ജീവിച്ചത്. ഞാൻ നാട്ടിലെത്തി, ഞാൻ ഭജനയിലൂടെയാണ് എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഭജന, ആ ഭജനയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. ആ ഭജനയിലൂടെയാണ് നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലേക്കും രാമായണ മാസത്തിൻ്റെ കാര്യമായാലും വിശാല ഹിന്ദു സമ്മേളനമായാലും 80കളിലെ ആ ഒരു ഹിന്ദു റിവൈവൽ എന്ന് പറയുന്നത് അത് സംഘത്തിൻ്റെ പ്രവർത്തനം, അത് പരമേശ്വർജിയെ പോലെ മാധവ്ജിയെ പോലെ ഒക്കെയുള്ള മഹാരഥന്മാർ നയിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ നാട്ടിലുണ്ടായതാണ്. അത് മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയാനോ ഇവിടെ ആരും അതിനുള്ള വളർച്ച ആർക്കെങ്കിലും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്ന്. ഇല്ല, അങ്ങനെ ഒരു തെറ്റായ ധാരണ ആർക്കും ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഇനി ആർ.പി. പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മറ്റ് ഭജന ഗ്രൂപ്പുകളുണ്ട്, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഈ മട്ടാഞ്ചേരി മാഫിയൊക്കെ നമ്മൾ ഹിന്ദുക്കൾ കണ്ടു പഠിക്കണമെന്നാണ്. കാരണം അവരൊരു മെഗാസ്റ്റാറിൻ്റെ മകനെ മാത്രമല്ല ഒരുക്കി നിർത്തിയിരിക്കുന്നത്. മെഗാസ്റ്റാറിൻ്റെ മകൻ കൈവിട്ട് പോയാൽ അവർക്കൊരു ഫാഫയുണ്ട്, ഫാഫ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷമീറുണ്ട്, ഒരു നിരവധി ഓപ്ഷനുകൾ അവർ ഒരുക്കി വെച്ചിരിക്കും. അല്ല, അത് അവർ ചെയ്യുന്നത് നല്ലതല്ലേ? അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ മാത്രം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. അത് തന്നെയാണ് ഏറ്റവും വലിയ ശാപവും. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.